ഹായ് ഫ്രണ്ട്സ്, മിനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? എല്ലാവരുമേ എന്റെ ചാനലൊക്കെ കാണുന്നുണ്ടല്ലോ ഇല്ലേ? എന്റെ റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഇറച്ചിക്കപ്പയാണ്. കപ്പ ബിരിയാണി ഇറച്ചിക്കപ്പയും രണ്ടും രണ്ടാണ്. ഹാഫ് വേ വരെ രണ്ടും ചെയ്യുന്ന വിധം സെയിമാ. ഹാഫ് വേന്ന് പിന്നെ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോയേക്കാം. ഞാൻ ഇന്ന് ഇറച്ചി വേവിക്കുന്നതും കുക്കറിലാണ്, അതുപോലെ തന്നെ കപ്പ വേവിച്ചെടുക്കുന്നതും കുക്കറിൽ. അതുകൊണ്ട് ഈസിയായ ഒരു ഇറച്ചിക്കപ്പയാണ്. എല്ലാവർക്കും അപ്പൊ റെസിപ്പി കാണാം. അയ്യോ, ഇന്നേ ഒരു ഇറച്ചിക്കപ്പ തിന്നാനൊരു മോഹം. ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയിട്ട് വന്ന് ഇത് ബീഫ് ബ്രിസ്ക്കറ്റ് എന്നും പറഞ്ഞ വിത്ത് ബോണ്, ബീഫില് ബോണോട് കൂടിയ ഇറച്ചി ഫ്രീസറിൽ ഇരിപ്പുണ്ട്. അത് ഡീഫ്രോസ്റ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചേക്കുക. ഇതൊരു 2 കിലോ ഉണ്ട്. വെയിറ്റ് ഞാൻ ചെക്ക് ചെയ്തായിരുന്നു. അപ്പം ഇത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇറച്ചിക്കപ്പയും കപ്പ ബിരിയാണിയും ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് ഇറച്ചിക്കപ്പ ഒരു വെറൈറ്റിയിലാണ് ഇനി ഞാൻ ചെയ്യുന്നത്. അപ്പം ഇന്ന് ഇറച്ചി റെഡിയുണ്ട്. 1.5 കിലോ കപ്പ, അത് ഞാൻ കുക്കറില് കപ്പ വേവിച്ച് അതും റെഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള അരപ്പിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. അപ്പം 2 സ്പൂണോളം മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. നിങ്ങൾക്ക് എരിവുള്ള പൊടി വേണമെങ്കിൽ 1 സ്പൂണ് എരിവുള്ളതും 1 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം. മല്ലിപ്പൊടി 1.5 സ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അതുപോലെ തന്നെ ഗരം മസാല 1 സ്പൂണ് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടീസ്പൂണാണ് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കണം. കുറച്ച് സാധനങ്ങളും കൂടെ എണ്ണയിലൊന്ന് വഴറ്റി ആ ഇറച്ചിയിലേക്ക് ചേർത്ത് കൊടുക്കുമേ. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുത്തു. ഇതൊരു വെറൈറ്റി രീതിയിലാണ് ഈ ഇറച്ചിക്കപ്പ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തിന്റെ കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ടീസ്പൂണാണ്, 1 ടീസ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1 ഇഞ്ച് വലിപ്പം ഇഞ്ചി ചെറുതായി കരിഞ്ഞതും ഒരു 10 അല്ലി വെളുത്തുള്ളി ചെറുതായി കരിഞ്ഞതും കൂടെ ചേർത്തു. ഇതൊന്ന് ഇതിലേക്ക് ഞാൻ പച്ചമുളക് 3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത്. ഇതൊരു കുറച്ച് തീരെ സ്പൈസിനെസ് ഇല്ലാതല്ല, ഒരു കുറച്ച് എരിവൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സവോള അതും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് 2 ചെറിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതുണ്ട്. ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയൊക്കെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കണം നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ. ഇവിടെ എൻ്റെ അടുത്ത് ഒരുപാടില്ലായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു കതിർപ്പ് കറിവേപ്പിലയാണ് ഇട്ട് കൊടുത്തത്. കറിവേപ്പില ഈ കപ്പ ബിരിയാണിക്കും ഇറച്ചിക്കപ്പയ്ക്കും ഒക്കെ നല്ല ടേസ്റ്റ് കൊടുക്കുവേ. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റി ഇനിയും 2 പൊടികൾ കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം. അതായത് 1 ടീസ്പൂണോളം ജീരകപ്പൊടി, ചെറിയ ജീരകത്തിന്റെ പൊടിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി. അത് രണ്ടും കൂടെ ഇനി ഇത് അപ്പൊ ഇതിന്റെ മേലേക്ക് ഇനിയും ഈ വഴറ്റിയതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അതിനകത്തേക്ക് 1 സ്പൂൺ ഉപ്പ് ഇപ്പൊ സവോള വഴറ്റിയപ്പം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1 സ്പൂണൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൈയിട്ട് തന്നെ ഇളക്കി എടുത്ത് ഇത് നമുക്ക് വിസിൽ വരാൻ വേണ്ടി വെക്കാം. അപ്പം ഞാൻ കുക്കറിൽ നിന്നും കപ്പ ഊറ്റി എടുത്തിട്ട് വലിയ വിസ്താരമുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഇറച്ചിയും കപ്പയും കൂടെ ഒന്ന് ഇളക്കണമല്ലോ. ഇനി ഇതിന്റെ മേളിലേക്ക് നമ്മള് കുക്കറിൽ വെന്ത ഇറച്ചി എല്ലും കൂടെ ഉള്ളത് ഒന്നിട്ട് കൊടുത്തു. ഇത് ഇറച്ചി ഞാൻ അളവ് വ്യത്യാസമായിരിക്കും. ഇതിനകത്ത് ഞാൻ എല്ലും കൂടെ എല്ലേന്നെല്ലാം ഇറച്ചി ഒന്ന് വെന്തിറങ്ങണമല്ലോ. അതുകൊണ്ട് ഞാൻ 8 വിസിൽ അടിക്കാൻ വെച്ചു. ഇപ്പം നമ്മളെ ഇറച്ചിയും കപ്പയും കൂടെ വെച്ച് അതിന് നല്ല ആവിയൊക്കെ വന്നു. ഇനി തീ ഓഫ് ചെയ്യാം. അടപ്പടച്ച് തന്നെ കൊടുക്കാം, മണമൊന്നും വെളിയിൽ പോകണ്ട. അപ്പം ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു വറവിടണം. ഈ വറവിടാന് വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. ഈ കടുക് ഒന്ന് പൊട്ടി വരുമ്പം
നമുക്ക് ഈ ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ ഉള്ളിയിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഇത് ഇങ്ങനെ വറവിടുമ്പം നല്ലൊരു ഇഞ്ചിയുടെ ഒക്കെ ഒരു മണം വരും. അപ്പൊ ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ജീരകം കൂടെ ഒരു കല്ലിൽ ചതച്ച് വെച്ചേക്കുവാണ്. ഇനി ഇതും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതൊക്കെ ഇപ്പൊ നല്ലൊരു മണമാണ്. ആ ഇഞ്ചിയുടെയും ഫ്രഷ് കുരുമുളകും പെരിഞ്ചീരകവും കൂടെ ഒക്കെ ഒന്ന് ചതച്ച് വെച്ച് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കാം. തേങ്ങ തിരുമിയത്. ഇത് ഈ തേങ്ങയുടെ അളവൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഇത് ഞാനൊരു 2 സ്പൂണ് ഫ്രഷ് തേങ്ങ. ഇത് ഒരുപാട് അങ്ങ് മൂക്ക് വറക്കണ്ട, മൂത്താ മതി. ഇത് തേങ്ങ എല്ലാം കൂടെ, തേങ്ങാപ്പീരയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ. ഇനി ഇത് നമുക്ക് തീ ഓഫ് ചെയ്തു. ഇനിയും ഇറച്ചിയും കപ്പയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ എണ്ണ എല്ലാം കൂടെ ഇതിനകത്തേക്ക് ഇനി ഇതിന്റെ ഒന്നും മണം പോകാതെ നമുക്ക് എളുപ്പം അടുപ്പെടുത്ത് ഇത് അടച്ചു കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞേ ഇത് ഇനിയും ഇളക്കാവോ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുവാണ്. അപ്പം ഇത് ഇളക്കുന്ന ഈ തവി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നല്ല കട്ടിയുള്ള ഒരു ഇതാണ്. നാട്ടിൽ ഇതിന് തുടുപ്പെന്നാണ് പറയുന്നത്. നിങ്ങളുടെ സ്ഥലങ്ങളിൽ ഇതിന് എന്തുവാ പറയുന്നതെന്ന് അറിയില്ല. പക്ഷെ ഇത് നല്ല കട്ടിയുള്ളതുകൊണ്ട് ഈ ഇറച്ചിക്കപ്പയും കപ്പ ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാൻ നല്ലൊരു തവിയാണ്. ഇതാണ് നമ്മുടെ ഇറച്ചിക്കപ്പയുടെ ഫൈനൽ സ്റ്റേജ്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇതിനകത്ത് നമ്മൾ അരച്ച് ചേർത്തിട്ടില്ല. എല്ലാം കൂടെ മസാലകളെല്ലാം ഒന്ന് വഴറ്റി ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ എല്ലാവരും ഇത് കഴിക്കാൻ പോവാ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഒരു രക്ഷയില്ല, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് ഉടനെ കാണാം. താങ്ക് യു ഓൾ. ബൈ.